അന്തലസ് പബ്ലിക് സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ വാർഷികാഘോഷ ചടങ്ങുകളിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. അക്കാദമിക് മികവും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും ഒരുപോലെ ലക്ഷ്യമാക്കി ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സമഗ്രരേഖ അന്തലസ് പബ്ലിക് സ്കൂൾ 2025-26 അധ്യയന വർഷത്തെ വാർഷിക റിപ്പോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് സവിനയം സമർപ്പിക്കുന്നു. അവർ സ്കൂൾസ് വിഷൻ, റിയൽ എഡ്യൂക്കേഷൻ ഫോർ റൈറ്റ് ലിവിംഗ്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ അക്കാദമിക് മികവിനൊപ്പം സാമൂഹിക ബോധവും ആത്മവിശ്വാസവും ഉത്തരവാദിത്വ ബോധവുമുള്ള പൗരന്മാരെ രൂപപ്പെടുത്തുക എന്നതാണ് നമ്മുടെ സ്കൂളിൻ്റെ ദർശനം. പഠനത്തോടൊപ്പം ജീവിത നൈപുണ്യങ്ങളും വളർത്തി ഓരോ കുട്ടിയുടെയും ഉള്ളിലെ കഴിവുകൾ കണ്ടെത്തി അവരെ ഭാവിയിലേക്ക് ശക്തരാക്കി മുന്നോട്ട് നയിക്കുക എന്നതാണ് നമ്മുടെ വിദ്യാഭ്യാസ ദൗത്യം. മാനേജിംഗ് ബോർഡ് മെമ്പേഴ്സ്. സ്കൂളിൻ്റെ വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ശക്തമായ നേതൃത്വവും ദിശാബോധവും നൽകുന്ന മാനേജിംഗ് ബോർഡ് മെമ്പേഴ്സ് ഈ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന ശക്തിയാണ്. വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ ദീർഘദർശനവും നിരന്തരമായ പിന്തുണയും പ്രോത്സാഹനവുമാണ് നമ്മുടെ സ്കൂളിനെ ഇന്നത്തെ ഉയരത്തിലേക്ക് എത്തിച്ചത്. പ്രിൻസിപ്പൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ. സ്കൂളിൻ്റെ അക്കാദമിക് നിലവാരവും ശാസ്ത്രീയമായ ഭരണ നടത്തിപ്പും ഉറപ്പാക്കുന്നതിൽ നമ്മുടെ ആദരണീയായ പ്രിൻസിപ്പാളിൻ്റെയും അഡ്മിനിസ്ട്രേറ്ററുടെയും പങ്ക് അഭിനന്ദനാർഹമാണ്. ശിക്ഷണത്തോടൊപ്പം ശാസനയും കരുതലോടെയുള്ള നേതൃത്വവും നൽകി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ശരിയായ ദിശയിലേക്ക് നയിക്കുന്നതിൽ ഇവർ നിർണായക പങ്ക് വഹിക്കുന്നു. കോഓർഡിനേറ്റേഴ്സ് ആൻഡ് HODs. വിവിധ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി ഏകോപിപ്പിക്കുകയും അക്കാദമിക് മികവ് ഉറപ്പാക്കുകയും ചെയ്യുന്ന നമ്മുടെ കോഓർഡിനേറ്റേഴ്സും ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സും സ്കൂളിൻ്റെ മുന്നേറ്റത്തിൻ്റെ പിന്നിലെ ശക്തിയാണ്. അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരേപോലെ പ്രചോദിപ്പിച്ച് ടീം വർക്കിലൂടെ മികച്ച ഫലങ്ങൾ കൈവരിക്കുവാൻ ഇവർ സഹായിക്കുന്നു. ബോർഡ് എക്സാം വിന്നേഴ്സ്. ചരിത്രം ആവർത്തിച്ചു, വീണ്ടും നൂറുമേനി. ഇക്കഴിഞ്ഞ നമ്മുടെ 5ാമത്തെ ബോർഡ് എക്സാം പാസ്ഔട്ടിൽ മുൻ വർഷങ്ങളിലെ പോലെ ഈ വർഷവും 100% വിജയം നേടി. ഇന്റർ സ്കൂൾ സ്പോർട്സ് അച്ചീവ്മെന്റ്സ്. ഈ അക്കാദമിക് വർഷത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ വിവിധ ഇന്റർ സ്കൂൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. റണ്ണിംഗ്, ലോങ് ജമ്പ്, റിലേ, അഡ്വഞ്ചർ റൺ, ഫുട്ബോൾ, ഖോ, നെറ്റ്ബോൾ തുടങ്ങിയ മത്സരങ്ങളിൽ വിവിധ ക്ലാസ് വിഭാഗങ്ങളിലെ കുട്ടികൾ വ്യക്തിഗതമായും ടീം തലത്തിലും വിവിധ സ്ഥാനങ്ങൾ കരസ്ഥമാക്കി സ്കൂളിൻ്റെ അഭിമാനമുയർത്തി. അൾട്ടിമേറ്റ് ഇന്റർ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ ഫുട്ബോൾ, ഖോ, നെറ്റ്ബോൾ, അത്ലറ്റിക് മീറ്റ് തുടങ്ങിയ ഇനങ്ങളിൽ നമ്മുടെ ടീമുകൾ ശ്രദ്ധേയമായ വിജയം നേടി. അൾട്ടിമേറ്റ് ഫുട്ബോൾ കോമ്പറ്റീഷനിൽ സബ് ജൂനിയർ വിഭാഗത്തിൽ 2ാം സ്ഥാനവും ജൂനിയർ വിഭാഗത്തിൽ 3ാം സ്ഥാനവും നേടി. അൾട്ടിമേറ്റ് ഖോ കോമ്പറ്റീഷനിൽ സബ് ജൂനിയർ ആൺകുട്ടികൾ 2ാം സ്ഥാനവും ജൂനിയർ പെൺകുട്ടികൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. അൾട്ടിമേറ്റ് ഇന്റർ സ്കൂൾ അത്ലറ്റിക് മീറ്റ് 2025-26 5-6 ക്ലാസ് വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടി. 7-8 ക്ലാസ് വിഭാഗം ഫസ്റ്റ് റണ്ണറപ്പായി. 9-10 ക്ലാസ് വിഭാഗം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. അതുപോലെ അൾട്ടിമേറ്റ് ഇന്റർ സ്കൂൾ നെറ്റ്ബോൾ കോമ്പറ്റീഷനിൽ 2026 മിനി സബ് ജൂനിയർ ആൺകുട്ടികൾ 3ാം സ്ഥാനം നേടി. വേണാട് സഹോദയ കിഡ് ഫെസ്റ്റ് ഇന്റർ സ്കൂൾ കോമ്പറ്റീഷൻ. വേണാട് സഹോദയ കിഡ് ഫെസ്റ്റ് പോലുള്ള ഇന്റർ സ്കൂൾ മത്സരങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. വിവിധ കലാസാഹിത്യ ഇനങ്ങളിൽ മത്സരിച്ച് കുട്ടികൾ വിവിധ സ്ഥാനങ്ങളും A ഗ്രേഡുകളും കരസ്ഥമാക്കി സ്കൂളിൻ്റെ സാന്നിധ്യം അഭിമാനത്തോടെ രേഖപ്പെടുത്തി. 2025-26 അക്കാദമിക് വർഷത്തേക്കുള്ള 10ാം ക്ലാസ് പഠനം 2024 ഡിസംബർ മാസത്തിൽ തന്നെ ആരംഭിച്ചത് കുട്ടികളെ മികച്ച വിജയം കൈവരിക്കുവാൻ മുൻകൂട്ടി തയ്യാറാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. നേരത്തെ ആരംഭിച്ച ക്ലാസുകൾ വഴി പാഠഭാഗങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും ആവർത്തന പഠനത്തിനും സമഗ്രമായ പരീക്ഷാ തയ്യാറെടുപ്പിനും കൂടുതൽ സമയം ലഭിച്ചു. ഇതോടൊപ്പം MCQ ടൈപ്പ് ചോദ്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുവാൻ കുട്ടികളെ പ്രാപ്തരാക്കുന്നതിന് കരിയർ ലോഞ്ച് എന്ന സ്ഥാപനവുമായി ചേർന്ന് പ്രത്യേക ക്ലാസും പരിശീലനങ്ങളും നൽകുന്നു. ഈ പരിശീലനങ്ങൾ കുട്ടികളുടെ സമയ നിയന്ത്രണ ശേഷിയും പരീക്ഷാ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുകയും മികച്ച അക്കാദമിക് വിജയം കൈവരിക്കുവാൻ അവരെ സജ്ജരാക്കുകയും ചെയ്യുന്നു. സ്കൂൾ റീഓപ്പണിംഗ് ഡേ.
2025-26 അക്കാദമിക് വർഷത്തേക്കുള്ള സ്കൂൾ റീ ഓപ്പണിംഗ് വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സൗകര്യവും അക്കാദമിക് തയ്യാറെടുപ്പും പരിഗണിച്ച് ഘട്ടം ഘട്ടമായി നടപ്പാക്കി. 5 മുതൽ 10 വരെയുള്ള ക്ലാസുകൾ 2025 അക്കാദമിക് മികവിനൊപ്പം ശാസനയും ഉത്തരവാദിത്വവും വളർത്തുന്ന പഠന അവതരണമൊരുക്കിയാണ് ക്ലാസുകൾ ആരംഭിച്ചത്. അടിസ്ഥാന പഠനശേഷികളും നല്ല ശീലങ്ങളും വളർത്തുന്ന സജീവവും സന്തോഷകരവുമായ ക്ലാസ് പ്രവർത്തനങ്ങളോടെയാണ് ക്ലാസ് 1 മുതൽ 4 വരെ ആരംഭിച്ചത്. കളിയിലൂടെ പഠനത്തിലേക്ക് സ്നേഹവും കരുതലും നിറഞ്ഞ പുതിയൊരു പഠനയാത്രയാണ് നമ്മുടെ കിൻഡർഗാർട്ടൻ സെക്ഷന് തുടക്കം കുറിച്ചത്. അസംബ്ലി കുട്ടികളുടെ കഴിവുകൾ പുറത്തെടുക്കുവാനും വേദിയിൽ ആത്മവിശ്വാസത്തോടെ അവതരിപ്പിക്കുവാനും ഓരോ ക്ലാസ്സിലെയും എല്ലാ കുട്ടികൾക്കും അവസരം ലഭിക്കുന്ന രീതിയിലാണ് ക്ലാസ് വൈസ് അസംബ്ലികൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോ കരിക്കുലർ ആക്ടിവിറ്റീസ് പഠനത്തിനൊപ്പം കഴിവുകൾ വളർത്തുന്ന വേദിയാണ് കോ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്കേറ്റിംഗ്, ടൈക്കൊണ്ടോ, അബാക്കസ്, കരാട്ടെ തുടങ്ങിയ പരിശീലനങ്ങൾ വഴി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്കൂൾ നിരന്തരമായി നടപ്പാക്കി വരുന്നു. എൻവയോൺമെന്റ് ഡേ പരിസ്ഥിതി ദിനാഘോഷം സ്കൂളിൽ ഏറെ അർത്ഥവത്തായ രീതിയിൽ സംഘടിപ്പിച്ചു. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യം കുട്ടികളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിനായി വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി സംരക്ഷണ സന്ദേശങ്ങൾ എന്നിവ സംഘടിപ്പിച്ചു. പ്രകൃതിയോടുള്ള ഉത്തരവാദിത്വബോധവും പരിസ്ഥിതി സൗഹൃദ ജീവിതശൈലിയും വളർത്തുന്നതിനുള്ള ഒരു മികച്ച അവസരമായി ഈ ദിനാഘോഷം മാറി. നാളെയുടെ നല്ല ലോകത്തിനായി ഇന്ന് തന്നെ പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കണമെന്ന ബോധം ഈ ആഘോഷങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ചു. റീഡിംഗ് ഡേ വായനയുടെ ശക്തിയും അറിവിൻ്റെ മഹത്വവും കുട്ടികളിലേക്ക് എത്തിക്കുന്നതിനായി നമ്മുടെ സ്കൂളിൽ വായനാദിനം അർത്ഥവത്തായി ആഘോഷിച്ചു. വായനാദിനത്തിന് ചാരുതയേകുവാൻ പ്രശസ്ത എഴുത്തുകാരൻ ശ്രീ ഇമാദ് അമീൻ കുട്ടികൾക്ക് പ്രചോദനമേകുന്ന സന്ദേശങ്ങൾ പങ്കുവച്ചു. ചിന്താശേഷി, ഭാഷാപരിചയം, സൃഷ്ടിപരമായ കഴിവുകൾ എന്നിവ വളർത്തുവാൻ കഥകളും ജീവിത അനുഭവങ്ങളും നിറഞ്ഞ വായന സഹായിക്കുമെന്ന് അദ്ദേഹം കുട്ടികളെ ബോധവാന്മാരാക്കി. സ്കൂൾ ഇലക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിച്ചർ സെറിമണി വിദ്യാർത്ഥികളിൽ ജനാധിപത്യബോധവും നേതൃത്വ ഗുണങ്ങളും വളർത്തുന്നതിനായി 2025 ജൂലൈ 7 സ്കൂൾ ഇലക്ഷൻ വിജയകരമായി നടത്തി. ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, ഹൗസ് ക്യാപ്റ്റന്മാർ, വൈസ് ക്യാപ്റ്റന്മാർ എന്നിവരെ വിദ്യാർത്ഥികളുടെ സജീവ പങ്കാളിത്തത്തോടെ തിരഞ്ഞെടുക്കുകയും വോട്ടെടുപ്പ് പ്രക്രിയയിലൂടെ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ അനുഭവപരമായി കുട്ടികൾക്ക് മനസ്സിലാക്കാൻ അവസരമൊരുക്കുകയും ചെയ്തു. തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി നേതാക്കളെ ഔപചാരികമായി അധികാരമേൽപ്പിക്കുന്നതിനായി 2025 ജൂലൈ 26 ഇൻവെസ്റ്റിച്ചർ സെറിമണി ഭംഗിയായി സംഘടിപ്പിച്ചു. ബഹുമാനപ്പെട്ട പെരിന്തൽമണ്ണ MLA ശ്രീ നജീബ് കാന്തപുരം ചടങ്ങിൻ്റെ ചീഫ് ഗസ്റ്റായി പങ്കെടുക്കുകയും കുട്ടികൾക്ക് സന്ദേശം നൽകുകയും ചെയ്തു. ഇൻഡിപെൻഡൻസ് ഡേ ആൻഡ് റിപ്പബ്ലിക് ഡേ ദേശസ്നേഹവും ഭരണഘടനാപരമായ മൂല്യങ്ങളും കുട്ടികളിൽ വളർത്തുന്നതിന് നമ്മുടെ സ്കൂളിൽ ഇൻഡിപെൻഡൻസ് ഡേയും റിപ്പബ്ലിക് ഡേയും ഉത്സാഹത്തോടെയും അഭിമാനത്തോടെയും ആഘോഷിച്ചു. ഇൻഡിപെൻഡൻസ് ഡേ ദിനത്തിൽ സ്കൂൾ ചെയർമാൻ ബഷീർ സാർ ദേശീയ പതാക ഉയർത്തി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യ സമര സ്മരണകളും ഭരണഘടനയുടെ മഹത്വവും കുട്ടികൾക്ക് മനസ്സിലാക്കുന്നതിനായി ദേശഭക്തി ഗാനങ്ങൾ, പ്രസംഗങ്ങൾ, വിവിധ സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചു. റിഥം ആൻഡ് എമിനൻസ് ആർട്സ് ആൻഡ് സ്പോർട്സ് വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ, കലാപരമായ അഭിരുചികൾ എന്നിവ വളർത്തുന്നതിനായി നമ്മുടെ സ്കൂളിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. റിഥം മത്സരങ്ങൾക്കപ്പുറം കഴിവുകളെ തിരിച്ചറിയുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കലാ ഉത്സവമായി മാറിയപ്പോൾ ക്ലാസ് മുറിക്ക് പുറത്തുള്ള പഠനത്തിൻ്റെ ശക്തമായ വേദിയായിരുന്നു എമിനൻസ്. ഓട്ടത്തിലും മറ്റ് കായിക മത്സരങ്ങളിലും കുട്ടികൾ സ്വന്തം പരിമിതികളെ മറികടക്കുന്നത് കാണാനായി വിജയത്തിൻ്റെ മെഡലുകളേക്കാൾ ജയവും തോൽവിയും സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ ഉൾക്കൊള്ളുക എന്ന വലിയ പാഠമാണ് എമിനൻസ് കുട്ടികളെ പഠിപ്പിച്ചത്. സ്പെൽ ബി വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, കറക്റ്റ് സ്പെല്ലിംഗ്, വേർഡ് പവർ, ലിസണിംഗ് സ്കിൽ എന്നിവ വളർത്തുന്നതിനായി 3 മുതൽ 5 വരെ ക്ലാസ്സിലെ കുട്ടികൾക്കായി സ്പെൽ ബി കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. ബെസ്റ്റ് സ്പെല്ലർ ഓഫ് ദ ഇയറായി മുഹമ്മദ് ഫഹാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഫസ്റ്റ് റണ്ണറപ്പ് ഹനാൻ ഷഫീഖ്.
സെക്കൻഡ് റണ്ണറപ്പ് മിൻഹ വൈ എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു. ഡിബേറ്റ് കോമ്പറ്റീഷൻ. ഈ അധ്യയന വർഷത്തെ ശ്രദ്ധേയമായ ഇതര പാഠ്യപ്രവർത്തനങ്ങളിലൊന്നായിരുന്നു മൈൻഡ് വാർ ഡിബേറ്റ് മത്സരം. വിദ്യാർത്ഥികളുടെ വാക്ചാതുരിയും യുക്തിചിന്തയും പ്രകടിപ്പിക്കുവാൻ വേദിയൊരുക്കിയ ഈ മത്സരത്തിൻ്റെ ഫൈനൽ റൗണ്ട് 2026 ജനുവരി 22 നടന്നു. വിദ്യാർത്ഥികളുടെ പൊതുവിജ്ഞാനം വർദ്ധിപ്പിക്കുന്നതിനായി സ്കൂളിൽ GK അടിസ്ഥാനമാക്കിയ മാസ്റ്റർ മൈൻഡ് ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു. ലിംഗ്വിസ്റ്റിക് ലോഞ്ച് പാഡ്. 2025 ഡിസംബർ 17 നമ്മുടെ വിദ്യാലയത്തിൽ ലിംഗ്വിസ്റ്റിക് ലോഞ്ച് പാഡ് എന്ന പരിപാടി വിജയകരമായി സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെട്ട ഈ പരിപാടി നമ്മുടെ ലീഡ് സങ്കൽപ്പ് എന്ന പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കിയതാണ്. പരിപാടി അബ്ദുൾ ഷെരീഫ് പി ബാസിസാർ ഉദ്ഘാടനം ചെയ്തു. പദ്ധതിയുടെ ഭാഗമായി എല്ലാ ക്ലാസുകളിലും ഇംഗ്ലീഷ് പ്രിഫെക്റ്റുകൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം. CG ട്രെയിനിംഗ് സെന്ററിന്റെ നേതൃത്വത്തിൽ നമ്മുടെ സ്കൂളിൽ അധ്യാപകർക്കായി ടീച്ചേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. അധ്യാപകരുടെ നേതൃഗുണങ്ങൾ, ക്ലാസ് മാനേജ്മെന്റ്, നവീന അധ്യാപന രീതികൾ എന്നിവ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിശീലനം നടത്തിയത്. പരിശീലനം അധ്യാപകർക്ക് പുതിയ ആശയങ്ങളും ആത്മവിശ്വാസവും നൽകുന്നതായി മാറി. KG സെക്ഷൻ. കിൻഡർ ഗാർട്ടൻ വിഭാഗത്തിൽ കുട്ടികളുടെ സഹജ കൗതുകവും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുന്നതിന് വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നേച്ചർ ഡേ, ഷേപ്സ് ഡേ, ഫ്രൂട്ട്സ് ഡേ തുടങ്ങിയ ദിനാചരണങ്ങൾ കുട്ടികൾക്ക് പഠനം അനുഭവമാക്കി മാറ്റാൻ സഹായിച്ചു. ഗ്രാൻഡ് പേരൻസ് ഡേ ആഘോഷം കുട്ടികളിലും മുതിർന്നവരിലും ആത്മബന്ധം ശക്തമാക്കി. ചടങ്ങിൽ ഇമാം ഷംസുദ്ദീൻ ഖാസിം മുഖ്യ അതിഥിയായി പങ്കെടുത്തു. കുട്ടികളുടെ ഫീൽഡ് ലേണിംഗ് അനുഭവത്തിന്റെ ഭാഗമായി നട്ട്സ് ഫാക്ടറി, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനങ്ങളും സംഘടിപ്പിച്ചു. ഈ പ്രവർത്തനങ്ങളിലൂടെ കുട്ടികൾ നിരീക്ഷണശേഷി, സാമൂഹിക ബോധം, ആത്മവിശ്വാസം എന്നിവ സ്വാഭാവികമായി വളർത്തി പഠനം സന്തോഷകരമായ അനുഭവമാക്കി. സ്കൂൾ ടൂർ. വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം അനുഭവ പഠനം നൽകുന്നതിനായി സ്കൂൾ ടൂറുകൾ സംഘടിപ്പിച്ചു. വിവിധ വിനോദ, ഗെയിം ലേണിംഗ് ആക്ടിവിറ്റീസ് എന്നിവയിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്ക് സന്തോഷകരമായ അനുഭവങ്ങൾ ലഭിച്ചു. നാഥന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സ്കൂളിനൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ദാറുൽ ഖുർആൻ ഫോർ ബോയ്സ്, ഉമ്മു ഹബീബ ഫോർ ഗേൾസ്, ഈ മദ്രസകളിൽ നിലവിൽ 60-ലധികം കുട്ടികൾ പഠിക്കുന്നു. നാളിതുവരെ മികച്ച നേട്ടങ്ങളാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങൾക്ക് നേടാൻ സാധിച്ചത്. കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ 18 കുട്ടികൾ ഹിഫ്ള് പഠനം പൂർത്തിയാക്കി സനത് സ്വീകരിച്ചു. നിലവിൽ 6 കുട്ടികൾ ഹിഫ്ള് പഠനം പൂർത്തിയാക്കി സനത് വാങ്ങാൻ കാത്തിരിക്കുന്നു. സ്കൂൾ പഠനത്തിനോടൊപ്പം എങ്ങനെ കാര്യക്ഷമമായ രീതിയിൽ ഹിഫ്ള് പഠനവും സാധ്യമാക്കാം എന്ന കാര്യം കൂടുതൽ ശ്രദ്ധിച്ചു വരുന്നു. സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും നല്ല ഭാവിക്കും സ്വഭാവ രൂപീകരണത്തിനും വേണ്ടി വാല്യൂ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നു. കുട്ടികളിലെ കലാ സാംസ്കാരിക കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി ദീനിയാത്ത് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. എറണാകുളം ഇടപ്പള്ളി അൽ അമീൻ സ്കൂളിൽ നടത്തിയ നൂറെ ഇലാഹി പ്രോഗ്രാമിൽ നമ്മുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ പങ്കെടുത്ത് നിരവധി സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. നമ്മുടെ മക്കൾ എല്ലാ രീതിയിലും നന്മയുള്ളവരായി വളരട്ടെ. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. SLC സ്റ്റുഡൻറ് ലെഡ് കോൺഫറൻസ് വളരെ വിജയകരമായി സംഘടിപ്പിച്ചു. കുട്ടികൾ അവർ പഠിച്ച വിഷയങ്ങൾ, പ്രോജക്റ്റുകൾ, പ്രവർത്തനങ്ങൾ എന്നിവ രക്ഷിതാക്കളുടെയും അതിഥികളുടെയും മുന്നിൽ വ്യക്തതയോടും ആത്മവിശ്വാസത്തോടും അവതരിപ്പിച്ചു. പഠന പ്രക്രിയയിൽ കുട്ടികൾ തന്നെ മുൻനിരയിൽ നിന്ന് നയിച്ച ഈ അവതരണം അവരുടെ അറിവും ആശയവിനിമയ കഴിവും നേതൃപാഠവും വ്യക്തമാക്കുന്ന മികച്ച ഒരനുഭവമായി. പഠനം ഒരു ഔപചാരിക നടപടിയല്ല, മറിച്ച് ആഘോഷമാക്കുന്ന ഒരു വേദിയാണെന്ന് ഈ പരിപാടി തെളിയിച്ചു. ലീഡ് കരിക്കുലം. LKG മുതൽ 6ാം ക്ലാസ് വരെ ലീഡ് പാഠ്യപദ്ധതി നമ്മുടെ സ്കൂളിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്നു. ഭിന്നശേഷിക്കാരുടെ നീന്തൽ മത്സരത്തിലെ റെക്കോർഡ് ജേതാവും അതുപോലെ ഖുർആൻ ഹാഫിള് കൂടിയായ അസീം വെളിമണ്ണ
കഴിഞ്ഞ സെപ്റ്റംബർ മാസം നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരികയുണ്ടായി. ഏറെ നേരം നമ്മുടെ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയുണ്ടായി. കുഞ്ഞാക്ക എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന അദ്ദേഹത്തിൻ്റെ മാഷും ഒപ്പമുണ്ടായിരുന്നു. തൻ്റെ ശിഷ്യനായ അസീമിൻ്റെ പരിമിതികളെ സംബന്ധിച്ചും വൈകല്യങ്ങളെ സംബന്ധിച്ചും അതിനെയെല്ലാം തരണം ചെയ്ത് അസീം നേടിയെടുത്ത വിലമതിക്കാനാവാത്ത നേട്ടങ്ങളെ സംബന്ധിച്ചും നമ്മുടെ വിദ്യാർത്ഥികളോട് പങ്കുവെക്കുകയുണ്ടായി. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ഫുട്ബോൾ വേൾഡ് കപ്പിലെ ഉദ്ഘാടന സദസ്സിലെ അസീം വെളിമണ്ണയുടെ സാന്നിധ്യത്തെ സംബന്ധിച്ച് പറഞ്ഞതെല്ലാം കുട്ടികളിൽ ഒരുപാട് ഇൻസ്പിറേഷൻ ഉണ്ടാക്കി. ഹെർ സ്മൈൽ. ഇന്റർനാഷണൽ വേൾഡ് ഗേൾ ഡേ ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വുമൻസ് ഡെന്റൽ കൗൺസിൽ സംഘടിപ്പിച്ച ഹെർ സ്മൈൽ ഡെന്റൽ അവയർനെസ് പ്രോഗ്രാം നടന്നു. ഈ പരിപാടിയിലൂടെ പെൺകുട്ടികളിൽ ദന്താരോഗ്യത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിക്കുകയും ശരിയായ ദന്തപരിപാലന ശീലങ്ങൾ വളർത്തുന്നതിനും സഹായകമായി. ഈ വർഷം നമ്മുടെ വിദ്യാർത്ഥികൾ അക്കാദമിക്, കലാ, സാഹിത്യ, കായിക, കോ കരിക്കുലർ ആക്ടിവിറ്റി, അനുഭവ പഠനം തുടങ്ങി എല്ലാ മേഖലകളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. വിജയങ്ങളിലേക്കും മെഡലുകളിലേക്കുമുപരി അവർക്ക് ആത്മവിശ്വാസവും സൃഷ്ടിപരമായ ചിന്തയും ടീം വർക്ക്, സാമൂഹിക ബോധവും വളർത്തുവാൻ അവസരം ലഭിച്ചു. 2025-26 അധ്യയന വർഷം അൻദലസ് പബ്ലിക് സ്കൂളിലെ ഓരോ കുട്ടിക്കും, അധ്യാപകർക്കും അനധ്യാപകർക്കും മാതാപിതാക്കൾക്കും അഭിമാനവും സന്തോഷവും സമ്മാനിച്ച വർഷമായി മാറി. സർവേശ്വരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.